പൊട്ടോതൊക്കെ. ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു പ്രാങ്ക് വേണ്ടിയിട്ടാണ്. അത് ഈ വാച്ച് നമ്മൾ ഇന്നലെ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ അടുത്ത് കാരണം ഒരു ദിവസമല്ലേ ആയുള്ളൂ. ഇപ്പോൾ സ്കൂളിൽ മാർച്ച് വേഗം പോരും. ഈ കാറിൻ്റെ ടയറിൽ കയറ്റി എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഈ സ്റ്റാഫില്ലേ, ഈ സ്റ്റാഫ് വേറെ ഇരിക്കേണ്ട വീട്ടിൽ എന്നിട്ട് ഇത് ടയറിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രാങ്കി. നമുക്ക് എന്താ അതിൻ്റെ റിയാക്ഷൻ നോക്കാം. വീഡിയോ എടുക്കാം. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. ഈ കാറിൻ്റെ ടയറിൻ്റെ അടിയിലിട്ടാണ് നമ്മൾ വയ്ക്കാൻ പോണത്. വേറെ വാച്ച് ഇതാ പോലത്തെ സാധനം. ഈ വാച്ചാട്ടാ ഞാൻ പറഞ്ഞത്. വാലും ചാരട്ടെ. എൻ്റെ ഈ വാച്ചിൻ്റെ ഇത് ഞാൻ ഊരിയെടുത്തായിരുന്നു. ഉണ്ടാ പുത്തൻ വാച്ച് ഇട്ടെടുക്കാറില്ല. മദ്രസയിൽ പറഞ്ഞുകൂടെ വച്ചിട്ട് പണിയാ. മദ്രസയിൽ പോകുമ്പോൾ അത് ചാടി ഇടി ബെഞ്ചിലിടിക്കും എന്നൊക്കെ പറയാറുണ്ട്. ഈ സാധനവും മഞ്ഞേക്കാളും സെറ്റാകട്ടെ. ഈ സ്മാർട്ട് വാച്ച് നിൻ്റെ കാറിൻ്റെ അടിയിൽ വെച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ഒന്നും മനസ്സിലായി. ഞാൻ കാറിൻ്റെ അവിടെ കൊണ്ടുപോട്ടെ. സ്മാർട്ട് വാച്ച് അകത്തിട്ട് വെച്ചു. ഈ സാധനം നമ്മൾ കാറിൻ്റെ ഇങ്ങനെ കാണാൻ പാകത്തിന് വയ്ക്കും. കുറച്ച് ബാക്ക് എടുക്കട്ടെ കേട്ടോ. കാണിച്ചു തരാം. അതേ വണ്ടി നമ്മൾ നേരത്തെ ഇത് വെച്ചത് ഇവിടെ അതുകൊണ്ട് വണ്ടി ഇറക്കിയിട്ടിട്ട് നമ്മളിത് ഇത് വച്ചു. സ്മാർട്ട് വാച്ച് എന്ന് പറയാണ്ട് നീയല്ല പറഞ്ഞ സ്മാർട്ട് വാച്ച് വെച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പറയാം. അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്നാണ്. വണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം അവൻ വന്ന് ഡ്രസ്സ് ഓറായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അവനെ വിളിച്ചുകൊണ്ട് റൈനോ ഭാവസുതരാം. നിൻ്റെ വാച്ച് എന്ത്? ഞാൻ ചുമ്മിട്ടായിരുന്നു, ഇടാൻ പോയായിരുന്നു. നീ എല്ലാം പറഞ്ഞ പൊട്ടൂല എന്നൊക്കെ. നമുക്ക് കാറിൻ്റെ അടി കയറ്റി വാച്ച് പൊട്ടോതൊക്കെ. ഞാൻ ചുമ്മാറാ, കാറിൻ്റെ അടിയിലൊന്നും കയറ്റിയില്ല. ഞാൻ ചുമ്മിട്ടായിരുന്നു. നീ താഴ്ത്തിട്ട് ഞാൻ അറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ചായ ചാടിയായിരുന്നു. പൊട്ടൊന്നും എനിക്ക് പൊട്ടിയില്ല. അപ്പം ഞാൻ ചുമ്മാ ഒരു എക്സ്പീരിയൻസ് കാണിച്ചു തരാം. ബാ, കരയുണ്ടാന്ന്. നിൻ്റെ വാച്ച് ഇവിടെ ഒന്നും ഇല്ല. നീ അങ്ങോട്ട് വെക്ക ഫ്രണ്ടിലായിട്ടോ. അവിടെയല്ല ഇങ്ങോട്ട് വാ. നിൻ്റെ അടുത്ത് ആരോ പറഞ്ഞാൽ അവിടെയാന്ന്. ഞാൻ പറഞ്ഞില്ല ഞാൻ ഇടാൻ കൊണ്ടുപോയിന്ന്. എവിടെയാന്ന് കണ്ടുപിടിച്ചേ? നീ അല്ലേ പറഞ്ഞ സ്മാർട്ട് വാച്ച് ഒന്നും പറ്റത്. ശരിക്കും അത് നീ അല്ലേ പറഞ്ഞൊന്നും പറ്റില്ലാതെ. എന്താ നീയല്ലേ ഇവനല്ലേ പറഞ്ഞേ കരയണതിനാ? എന്തിന് ഈ വാച്ചാ? എടാ മോനെ പൊട്ടൂലാന്ന്. നാളെ എടുക്കഞ്ഞി. എന്തിനെടുക്കണം ഇത്? എന്തിനെടുക്കണമോ? എടാ ഇവനെന്താ നമ്മൾ എടുത്ത് പറഞ്ഞേ? ആ വാച്ച് എന്തൊക്കെ? ആ വാച്ചിൽ എഴുതിയുണ്ട് വില കൂടിയ വാച്ചാ, 4000 രൂപ വാച്ചാ. ആ വാച്ച് പൊട്ടൂല, സ്മാർട്ട് വാച്ച്. ഞാൻ പറഞ്ഞു എടാ ചില്ല് പെട്ടെന്ന് താരി പൊട്ടുമെന്ന് പറഞ്ഞു. ഇവൻ പറയാ ഒന്നും പറ്റില്ല. നീ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞ? അത് പറ. പൊട്ടില്ല എന്ന് പറഞ്ഞാ? ആ നീ പൊട്ടില്ല അതുകൊണ്ട് ചെയ്താ. എന്തിനെടുക്കണേ? ഞാൻ എടുക്കളേ. ആ ആളെടുക്ക എടുക്കണതിനാ? സത്യാണോ നോക്കണോ? വാച്ചാടാ പോലെ അത് നിരങ്ങണ വച്ചണോ നോക്കിയേ. വാച്ച് പൊട്ടുന്നത് അവിടെ എന്താ പറയാ? പൊട്ടൂല. നമുക്കറിയാം പൊട്ടുന്നത്. പറഞ്ഞ പൊട്ടൂലെന്ന്. എന്തിനാ എടുക്കില്ല? എനിക്കുമല്ലേ, ഞാൻ പോവാ, പള്ളി പോവാ. ചിരിക്കടേ കിടക്കണത്. എനിക്ക് ഇവനും കുഴപ്പമില്ല. നമുക്ക് വണ്ടി ബാക്കോട്ട് ഇട്ട് കൊടുക്കാം. വാച്ച് എടുത്തോട്ടെ. പൊട്ടി പാളിസായ വാച്ച് എടുത്തോട്ടെ. പറ്റിച്ചേ. ശരിക്കിനോട് വാച്ച് ഇട്ടാ അവൻ ആ വാച്ച് എടുത്തു. അവൻ മനസ്സിലായി. ആ ശരിക്കും വാച്ച് എടുക്കാൻ ഇത് കൊടുക്കണം. നമ്മൾ ഇത് പോയിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പ്രാങ്ക് കൂടെ ഉണ്ടാക്കിയ സ്മാർട്ട് വാച്ച്. പ്രാങ്ക് കൂടെ ഒന്നും മനസ്സിലായിട്ടാ. സത്യം പറയട്ടെ, ഈ വാച്ച് ഞാൻ കൊണ്ടുപോയപ്പോ താഴ്ചാടി അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ പ്രാങ്ക് എന്നും പറഞ്ഞ്. ശരിയായി കൊടുക്കാൻ. വാച്ച് പോയിട്ട് ഞാൻ ഒരു പ്രാങ്ക് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്.
അങ്ങനെ മറ്റേ വീഡിയോ ഇങ്ങനെ ഫ്രണ്ടും ബാക്കും കാണണം ഫ്രണ്ടും ബാക്കി കാണണം അപ്പോൾ ബൈ ഗൈസ് ചുമ്മാ പറയുന്നത് എൻ്റെ പോക്കറ്റിൽ വാച്ചുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ് മെയിൻ വീഡിയോ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു പ്രാങ്കും ഇല്ല ഫസ്റ്റത്തെ ഇല്ല അതുകൊണ്ട് ഇങ്ങോട്ടത് കിട്ടും അപ്പോൾ ബൈ കൊടുത്തേ ബൈ അമ്മോ